Come on, man. Foreign authority has the communication. ഇൻഡിഗോ എയർലൈൻസിൽ നടന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്, പലരും അനുഭവിച്ചതുമാണ്. I, on behalf of all of us at Indigo, like to extend our sincerest apologies for the major inconvenience this has caused many of our customers. ഈ ഇൻസിഡന്റ് പക്ഷെ എക്സ്പോസ് ചെയ്തത് ഇൻഡിഗോ എയർലൈൻസിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, മൊത്തം ഇന്ത്യയിലെ എയർലൈൻ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളാണ്. ഇന്ത്യയിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പ്രൈസ് ഭയങ്കര കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി പീക്ക് സീസണിലോ അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലോ ആണെങ്കിൽ റേറ്റ് 2-3 ഇരട്ടിയാവും. ഇത്രയും ഹൈ എയർ ഫെയർ ചാർജ് ചെയ്തിട്ടും ഇന്ത്യയിൽ പല എയർലൈൻ കമ്പനികൾ പൂട്ടിപ്പോയി. ഇപ്പം നിലവിലുള്ള എയർലൈൻ കമ്പനികളിൽ ആകെ ഇൻഡിഗോ എയർലൈൻസ് മാത്രമേ ലാഭത്തിൽ ഓടുന്നുള്ളൂ. അപ്പോൾ ഈ ഹൈ എയർ ഫെയറിന്റെ ലാഭം ഈ എയർലൈൻ കമ്പനികൾക്കൊന്നും കിട്ടുന്നില്ല. ശരിക്കും ഇന്ത്യയിൽ ഇങ്ങനെ എയർ ഫെയർ കൂടാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റേറ്റ് കണ്ടു, പിന്നീട് 1-2 മണിക്കൂറിന് ശേഷം വീണ്ടും ആ ടിക്കറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്രൈസ് കൂടിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇതിനാണ് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയാം. അതായത് ഡിമാൻഡിനനുസരിച്ച് എത്ര സീറ്റ് ബാക്കിയുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. റെയിൽവേ പോലും ഇപ്പോൾ ഈ ഡൈനാമിക് പ്രൈസിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിസിനസ് സ്റ്റാൻഡേർഡ് നടത്തിയ 14,000-ഓളം എയർ ട്രാവലേഴ്സ് പങ്കെടുത്ത ഒരു സർവേയിൽ കണ്ടെത്തിയത് 72% പാസഞ്ചേഴ്സ് ഒരു ടിക്കറ്റിന്റെ റേറ്റ് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്ത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്തതായിട്ട് കണ്ടുവെന്നാണ്. പക്ഷേ വേറെ ബ്രൗസറിൽ നിന്ന് കയറി നോക്കിയപ്പോൾ പഴയ റേറ്റ് തന്നെ. ഇത് ശരിക്കും ഡൈനാമിക് പ്രൈസിംഗ് അല്ല, ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഏവിയേഷൻ സെക്ടറിലെ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജികൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ റീസെന്റ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീം കോടതി ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രാക്ടീസ് ആണ് പീക്ക് സീസണിൽ പ്രൈസസ് 4-5 ഇരട്ടിയാക്കി കൂട്ടുന്നത്. പീക്ക് സീസണിൽ മാത്രമല്ല, എന്തെങ്കിലും ഈവൻസോ ഇൻസിഡൻസോ നടന്നാൽ പോലും ഈ എയർലൈൻ കമ്പനികൾ അവരുടെ പ്രൈസസ് കൂട്ടും. ഫോർ എക്സാമ്പിൾ, കുംഭമേള നടന്ന സമയത്ത് പ്രയാഗ്രാജിലേക്ക് ചെന്നൈയിൽ നിന്നുള്ള ടിക്കറ്റിന്റെ പ്രൈസ് 80,000 രൂപയായിരുന്നു. എന്തിനേറെ, പെഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന്റെ സമയത്ത് എത്രയും പെട്ടെന്ന് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് രക്ഷപ്പെടാൻ ടൂറിസ്റ്റുകളെല്ലാം ശ്രമിച്ചു. ആ സമയത്ത് ശ്രീനഗറിൽ നിന്നുള്ള ടിക്കറ്റ് റേറ്റ്സ് ഈ എയർലൈൻ കമ്പനികൾ 8-10 ഇരട്ടിയാക്കി. വെക്കേഷൻ ടൈമിൽ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് 4-5 ഇരട്ടിയൊക്കെയായിട്ട് ഉയർത്തുന്നത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന NRIസിനെയാണ്. അവർക്ക് നാട്ടിൽ വരുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ ഹൈ ടിക്കറ്റ് റേറ്റ്സ് കാരണം ഉണ്ടാകുന്നത്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഷാഫി പറമ്പിൽ MLA പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. അതായത് വെക്കേഷൻ ടൈമിൽ പീക്ക് സീസണുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് റേറ്റ്സ് റെഗുലേറ്റ് ചെയ്യണമെന്ന ബില്ല്. ആ ബില്ല് പാസ്സായില്ലെങ്കിലും അന്നത് പാർലമെന്റിൽ ചർച്ച ചെയ്യും. Sir, the 77,000 rupees, how can a normal employee abroad can afford? And if it is a family trip, sir, think about 4 members of a family coming home in their vacation and trying to going back after the vacation being charged 80,000 per ticket. Sir, 3,20,000 one way to fly to their work means what will they earn, sir, in their life? ഇത്രയൊക്കെ പൈസ കൊടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സർവീസോ മിക്ക സമയത്തും ഫ്ലൈറ്റ് ഡിലേ, അത് കൃത്യമായിട്ട് പാസഞ്ചേഴ്സിനെ അറിയിക്കുന്നില്ല. ബാഗേജ് മിസ് ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ ബാഗുകൾ പൊട്ടിക്കുന്നു. എയർപ്ലെയിനിൽ പലപ്പോഴും വെള്ളം ലീക്ക് ആവുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന മന്ത്രി ട്രാവൽ ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിന് കിട്ടിയത് ബ്രോക്കൺ ആയിട്ടുള്ള സീറ്റ്. ശരിക്കും ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ നാട്ടിലെ എയർ ടിക്കറ്റിന്റെ പ്രൈസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റഷ്യ-യുക്രൈൻ വാറിന്റെ സമയത്തുണ്ടായ നിയോൺ ഗ്യാസിന്റെ ഷോർട്ടേജ്, ഇസ്രായേൽ-ഇറാൻ കോൺഫ്ലിക്റ്റിന്റെ സമയത്തുണ്ടായ ഫ്യൂവൽ പ്രൈസസിന്റെ ഇൻക്രീസ്, അതുപോലെ തന്നെ ബോയിങ് കമ്പനിയുടെ ഇന്റേണൽ പ്രോബ്ലംസ് തുടങ്ങി പലതും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഇവിടെ എയർലൈൻ ടിക്കറ്റിന്റെ പ്രൈസ് ഇത്ര അധികം കൂടാൻ കാരണം ഇന്റേണൽ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് എയർലൈൻസ് ടിക്കറ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തത് 43%. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഏഷ്യ പസഫിക് റീജിയനിലും മിഡിൽ ഈസ്റ്റ് റീജിയനിലും ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചാർജ് ഇൻക്രീസ് ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഫ്ലൈറ്റ് ചാർജസ് ഇങ്ങനെ കൂടാൻ പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തതാണ്. ഇന്ന് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ എയർലൈൻ മാർക്കറ്റാണ് ഇന്ത്യ. 241 മില്യൺ യാത്രക്കാരാണ് 2024 ഇന്ത്യയിൽ എയർ ട്രാവൽ ചെയ്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ഡൊമസ്റ്റിക് എയർ റൂട്ട്സിൽ ഇന്ത്യയിലെ മുംബൈ-ഡൽഹി എയർ റൂട്ട് ഉണ്ട്. 7ാമത്തെ ഏറ്റവും ബിസിയസ്റ്റ് ഡൊമസ്റ്റിക് എയർ റൂട്ടാണ് ഇന്നത്. നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, പണ്ട് ലക്ഷറി ആയിരുന്ന എയർ ട്രാവൽ ഇന്ന് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ഇന്നിപ്പോൾ ദൂരേക്ക് ഒരു യാത്ര പോകണമെങ്കിൽ ആദ്യം തന്നെ എയർ ടിക്കറ്റിന്റെ റേറ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യും. പക്ഷേ ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്ത ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടത്ര ഫ്ലൈറ്റുകൾ നമ്മുടെ എയർലൈൻ കമ്പനികളുടെ കയ്യിലില്ല. മാത്രമല്ല, ഉള്ള ഫ്ലൈറ്റ്സ് തന്നെ മെയിൻ്റെനൻസോ ഗ്രൗണ്ടിങ്ങോ ഒക്കെ കാരണം അറ്റ് എ ടൈം ഫ്ലൈ ചെയ്യാൻ ഫിറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. ഈ ഗ്രൗണ്ടിങ് എന്ന് വെച്ചാൽ എയർലൈൻ ഇൻഡസ്ട്രി ഹൈ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്
ലോകത്തിലെ ഏതെങ്കിലും ഒരു എയർലൈൻ്റെ ഒരു പർട്ടിക്കുലർ എയർക്രാഫ്റ്റിന് ഒരു കംപ്ലൈൻറ്റ് കണ്ടെത്തിയ ആ പർട്ടിക്കുലർ മോഡൽ എയർക്രാഫ്റ്റുകൾ എല്ലാ രാജ്യത്തും താൽക്കാലികമായിട്ട് ഫ്ലൈയിങ് പെർമിറ്റ് ക്യാൻസൽ ചെയ്യും. എയർബസിൻ്റെ A320neo എന്ന ഫ്ലൈറ്റിൻ്റെ പ്രാറ്റ് ആൻഡ് വിറ്റ്നി എഞ്ചിനിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കണ്ടെത്തിയപ്പോൾ 2023 ഇൻഡിഗോ എയർലൈൻസിൻ്റെ 30 എയർക്രാഫ്റ്റുകളാണ് ഒറ്റയടിക്ക് ഗ്രൗണ്ട് ചെയ്തത്. പിന്നീട് 2024 ഈ ഗ്രൗണ്ടിങ് 70 എയർക്രാഫ്റ്റ് വരെ എത്തി. അതായത് ഇൻഡിഗോന്റെ ടോട്ടൽ ഫ്ലീറ്റിന്റെ 18% അന്ന് ഗ്രൗണ്ട് ചെയ്തു. ഇതൊക്കെ ഇന്ത്യയിൽ ഫ്ലൈറ്റിന്റെ ഷോർട്ടേജുകൾക്ക് ഒരു കാരണമാകുന്നുണ്ട്. ഈ ഷോർട്ടേജ് മറികടക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ മേടിക്കണം, അല്ലെങ്കിൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ വാടകയ്ക്ക് അഥവാ ലീസിന് എടുക്കണം. പക്ഷെ ഇവിടെയാണ് അടുത്ത പ്രശ്നം. കാറോ ട്രക്കോ മേടിക്കുന്ന പോലെ ഇന്ന് പോയി നാളെ മേടിക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ല പാസഞ്ചർ എയർക്രാഫ്റ്റ്. ലോകത്തിൽ തന്നെ പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന വിരലിലെണ്ണാവുന്ന കമ്പനീസ് ഉള്ളൂ. ഇതിൽ തന്നെ മെജോറിറ്റി മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന 2 കമ്പനീസ്, ബോയിങ്ങും എയർബസും. ലോകത്തിലെ മെയിൻലി എല്ലാ എയർലൈൻ കമ്പനീസും ഓർഡർ കൊടുക്കുന്നത് ഈ 2 കമ്പനികൾക്കാണ്. പക്ഷേ ഈ 2 കമ്പനികളുടെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്താലും ഫ്ലൈറ്റ് ഡെലിവർ ആകാൻ വർഷങ്ങൾ എടുക്കും. IATA കണക്ക് പ്രകാരം ലോകത്തിൽ 17,000 ഫ്ലൈറ്റുകളുടെ ഓർഡറാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത്. സോ ഇന്നത്തെ കണക്ക് പ്രകാരം 10 മുതൽ 14 വർഷം വരെ എടുക്കും ഒരു എയർക്രാഫ്റ്റ് ഡെലിവർ ആവാൻ. ഇന്ത്യയിലെ എയർലൈൻ കമ്പനികൾ ഓൾറെഡി ആയിരക്കണക്കിന് എയർക്രാഫ്റ്റുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഓർഡറൊക്കെ ഡെലിവർ ആവാൻ ഇനി വർഷങ്ങൾ എടുക്കും. ബോയിങ്ങിന്റെ ഇന്ത്യ ഹെഡ് എന്ന് പറയുന്ന അടുത്ത 20 വർഷത്തിൽ ഇന്ത്യയിൽ 2000 എയർപ്ലെയിനുകൾ ഡെലിവർ ചെയ്യുന്നതാണ്. ശരിക്കും ആ എയർപ്ലെയിൻസ് ഒക്കെ വന്നാൽ മാത്രമേ ഈ ഷോർട്ടേജിന് ഒരു പരിഹാരം ഉണ്ടാവൂ. ഇനി പുതിയ പ്ലെയിൻസ് മേടിക്കാതെ പെട്ടെന്ന് ഫ്ലൈറ്റ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാനുള്ള വഴി കൂടുതൽ എയർക്രാഫ്റ്റുകൾ വാടകയ്ക്ക് അഥവാ ലീസിന് എടുക്കലാണ്. പക്ഷേ ഇവിടെ ഷോർട്ടേജ് തന്നെയാണ് പ്രശ്നം. കാരണം ലോകത്തിലെ എല്ലാ എയർലൈൻ കമ്പനികൾക്കും കൂടുതൽ ഫ്ലൈറ്റുകൾ വേണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ലീസിന് എടുക്കാൻ ശ്രമിക്കും. എയർ ഇന്ത്യയുടെ ഹെഡ് പറഞ്ഞത് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ലീസിന് പോലും എയർക്രാഫ്റ്റുകൾ അവൈലബിൾ അല്ല എന്നാണ്. ലീസിന് പ്ലെയിൻസ് നൽകുന്ന കമ്പനി അത് മേടിക്കുന്ന കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ലീസ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്യൂ. കാരണം ഈ ലീസ് പീരീഡ് 10-15 വർഷത്തേക്കൊക്കെയാണ്. സോ ഈ കമ്പനികൾ പൈസ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ലീസിന് കൊടുക്കുന്ന കമ്പനിക്ക് നഷ്ടം സംഭവിക്കും. ഇന്ത്യയിലെ മിക്ക എയർലൈൻ കാരിയേഴ്സിന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അത്ര നല്ല സ്റ്റേജിലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലീസിന് എയർക്രാഫ്റ്റുകൾ കിട്ടാനുള്ള ചാൻസസും കുറവാണ്. ഇതുവരെ ഇന്ത്യയിൽ ഫ്ലൈറ്റ് ലീസിന് എടുക്കാനുള്ള റെഗുലേഷൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇതും ലീസിങ്ങിന് ഒരു പരിധിവരെ ബാരിയർ ആയിരുന്നു. പക്ഷെ അടുത്തിടയ്ക്ക് ഗവൺമെന്റ് ആ റൂൾസ് ഒക്കെ മാറ്റി. പക്ഷെ എന്നാലും മുമ്പ് പറഞ്ഞ മറ്റ് പല കാരണം കൊണ്ട് ലീസിംഗ് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസിന്റെ പകുതിയോളം കോസ്റ്റ് വരുന്നത് ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ അഥവാ ജെറ്റ് ഫ്യൂവലിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടറാണ് ജെറ്റ് ഫ്യൂവലിന്റെ പ്രൈസ്. ഇന്ത്യയിലെ ഗ്ലോബൽ മാർക്കറ്റിന്റെ റേറ്റിനെ ബേസ് ചെയ്ത് മാസാമാസം ഓയിൽ കമ്പനികൾ ഈ ജെറ്റ് ഫ്യൂവലിന്റെ റേറ്റ് ഫിക്സ് ചെയ്യും. ഇസ്രായേലിന് ഇഷ്യൂ കാരണം കഴിഞ്ഞ ജൂലൈയിൽ 7.5% ജെറ്റ് ഫ്യൂവലിന്റെ പ്രൈസ് കൂടിയത്. ഈ ഒക്ടോബറിൽ പോലും 3.5% ജെറ്റ് ഫ്യൂവലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ ജെറ്റ് ഫ്യൂവലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ടിക്കറ്റ് റേറ്റ്സിനെ അഫക്ട് ചെയ്യും, ടിക്കറ്റ് റേറ്റ്സും കൂടും. ഇതിന് പുറമെയാണ് ടാക്സ്. ജെറ്റ് ഫ്യൂവല് GST ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നു. 11% സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ അതത് സ്റ്റേറ്റിന്റെ എക്സ്ട്രാ വാറ്റും. തമിഴ്നാട്ടിലെ ജെറ്റ് ഫ്യൂവലിന്റെ മുകളിലുള്ള വാറ്റ് 29%, ഡൽഹിയിൽ 25%. കൂടുതൽ ടാക്സ് ഉള്ള സംസ്ഥാനങ്ങളിൽ ഇത് പുറപ്പെടുന്ന ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് റേറ്റ്സും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേരളം, ഹരിയാന, തെലങ്കാന പോലത്തെ സംസ്ഥാനങ്ങൾ ജെറ്റ് ഫ്യൂവലിന്റെ മേലുള്ള വാറ്റ് റേറ്റ് വെറും 1% ആയിട്ട് കുറച്ചു. പക്ഷെ എന്നാലും സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടി അവിടെ കിടക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലൊക്കെ ഈ ജെറ്റ് ഫ്യൂവല് ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഫ്രീ ആക്കിയില്ലെങ്കിലും ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് ജെറ്റ് ഫ്യൂവൽ GSTയുടെ കീഴിൽ കൊണ്ടുവന്ന് ഇതിന്റെ ടാക്സ് റേറ്റ് ഒരു 5% ആക്കാൻ സാധിച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ്സ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഈ ജെറ്റ് ഫ്യൂവലിന്റെ ടാക്സിന് പുറമെ ഒരു പാസഞ്ചറുടെ കയ്യിൽ നിന്ന് മറ്റ് പല ടൈപ്പിലുള്ള ഫീസ് നമ്മുടെ ഗവൺമെന്റ് മേടിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഏവിയേഷൻ സെക്യൂരിറ്റി ഫീ. നമ്മുടെ എയർപോർട്ടുകളിൽ സെക്യൂരിറ്റി നൽകുന്നത് CASF ആണെങ്കിലും ഈ സെക്യൂരിറ്റിക്ക് പകരമായിട്ട് ഒരു ഡൊമസ്റ്റിക് ട്രാവലറുടെ കയ്യിൽ നിന്ന് 200 രൂപയും ഒരു ഇന്റർനാഷണൽ ട്രാവലറുടെ കയ്യിൽ നിന്ന് 1000 രൂപയും ടിക്കറ്റിൽ ചാർജ് ചെയ്യും. CASF ഒരു ഗവൺമെന്റ് ഫോഴ്സ് ആണെങ്കിലും പല എയർപോർട്ടുകളും പ്രോഫിറ്റ് ഡ്രിവൺ ആയിട്ടുള്ള പ്രൈവറ്റ് എയർപോർട്ട്സ് ആണ്. അതുകൊണ്ടാണ് ഈ എയർപോർട്ടുകളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് CASF എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യുന്നത്. ഇത് ഗ്ലോബലി നടക്കുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഫോർ എക്സാമ്പിൾ US സെക്യൂരിറ്റി നൽകുന്നത് ഗവൺമെന്റ് ഫോഴ്സസ് ആണെങ്കിലും അവിടെ ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ഫീ എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഫീസ് അവിടുത്തെ ഗവൺമെന്റ് മേടിക്കുന്നുണ്ട്. ഇനി നമ്മുടെ എയർലൈൻ ടിക്കറ്റിൽ ചാർജ് ചെയ്യപ്പെടുന്ന മറ്റൊരു ഫീസാണ് ക്യൂട്ട് ഫീസ് അഥവാ കൺസ്യൂമർ യൂസർ ടെർമിനൽ എക്യുപ്മെന്റ് ഫീസ്. നമ്മൾ എയർപോർട്ടുകളിൽ യൂസ് ചെയ്യുന്ന ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ്, മറ്റ് ഫെസിലിറ്റീസിന് വേണ്ടിയാണ് ഈ ചാർജ്. ഇത് യൂഷ്വലി 50 മുതൽ 100 രൂപ വരെയൊക്കെ ആയിരിക്കും. ഇനി മറ്റൊരു ഫീസാണ് ഉഡാൻ ലെവി അഥവാ RCS ഫീസ്. ഇന്ത്യയിലെ ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിലെ എയർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ഓൾറെഡി ഉള്ള എയർലൈൻ കമ്പനികളിൽ നിന്ന് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ഒരു ഫീസാണിത്. ഇത് പൊതുവെ പെർ ഫ്ലൈറ്റ് ആണ് ചാർജ് ചെയ്യുക. അതായത് ഒരു ഫ്ലൈറ്റിന് 6500 രൂപയൊക്കെ വെച്ച്. ഇത് പെർ പാസഞ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ എയർ ടിക്കറ്റിന്റെ ഒപ്പം ഈ ചാർജ് വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ടിക്കറ്റിൽ 30 മുതൽ 50 രൂപ വരെ ഈ ഫീസും ആഡ് ചെയ്ത് വരും. ഇനി മറ്റൊരു ഫീസാണ് യൂസർ ഡെവലപ്മെന്റ് ഫീ അഥവാ UDF.
ഇത് മനസ്സിലാക്കാൻ നമുക്ക് ടോളിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ നാട്ടിൽ വലിയ ഹൈവേ ഒക്കെ പണിയാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ ഗവൺമെന്റ് ഇത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കും. ആ കമ്പനി സ്വന്തം പൈസ ഉപയോഗിച്ച് റോഡ് പണിതതിന് ശേഷം ആ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന വണ്ടികളിൽ നിന്ന് ടോൾ പിരിച്ച് ആ പൈസ റിക്കവർ ചെയ്യും. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ എയർപോർട്ടുകളിൽ നടക്കുന്നു. എയർപോർട്ട് ഡെവലപ്മെന്റിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വേണം. ഗവൺമെന്റിന്റെ കയ്യിൽ ഈ ഫണ്ട് ഇല്ലാത്ത സമയത്ത് ഈ ഡെവലപ്മെന്റ് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിനെ ഏൽപ്പിക്കും. ഈ പ്രൈവറ്റ് കമ്പനി ഫണ്ട് മുടക്കി എയർപോർട്ട് ഡെവലപ്പ് ചെയ്തതിനു ശേഷം നേരത്തെ ടോളിന്റെ കേസിൽ വണ്ടികൾ പോകുമ്പോൾ ടോൾ പിരിച്ച പോലെ ഇതിൽ പാസഞ്ചേഴ്സ് പോകുമ്പോൾ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് അവരുടെ പൈസ റിക്കവർ ചെയ്യും. ഈ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ യൂസർ ഡെവലപ്മെന്റ് ഫീ അഥവാ UDF എന്ന് പറയും. ഈ പൈസ ഡയറക്റ്റ്ലി നമ്മുടെ ടിക്കറ്റ് ചാർജിന്റെ ഒപ്പം കൂടും. ഇങ്ങനെ പല എയർപോർട്ടുകളിലും പ്രൈവറ്റ് കമ്പനികൾ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ UDF ഫീസ് കൂടി. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ ഓപ്പറേഷൻസ് ഹാൻഡ്ലിംഗ് അദാനി ഗ്രൂപ്പിന് കൈമാറ്റം സംഭവിച്ചതിന് ശേഷം ഈ UDF ഫീസിൽ 50% വർധനയുണ്ടായത്. അതായത് നേരത്തെ 500 രൂപയോളം ഉണ്ടായിരുന്ന UDF ഫീസ് ഒറ്റയടിക്ക് 750 രൂപയായി. ഇന്ന് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൽ ശരിക്കും ഒരു ഡ്യൂയോപോളിയാണ്. ടോട്ടൽ എയർ റൂട്ട്സിന്റെ 80% ഹാൻഡിൽ ചെയ്യുന്നത് എയർ ഇന്ത്യയും ഇൻഡിഗോയും. ജെറ്റ് എയർവേസ്, കിങ്ഫിഷർ, ഗോ എയർ തുടങ്ങി പല കമ്പനികളും ഷട്ട് ഡൗൺ ആയതോടുകൂടി ഈ 2 കമ്പനികളുടെ ഡോമിനൻസ് ശരിക്കും വർദ്ധിച്ചു. ഇന്ന് ഇൻഡിഗോ എയർലൈൻസ് മാത്രം സർവീസ് നടത്തുന്ന 200ഓളം റൂട്ട്സ് ഉണ്ട്. ഈ റൂട്ട്സിൽ വേറെ എയറോപ്ലെയിൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ EP ജയരാജന്റെ ഇൻഡിഗോ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ മറ്റൊരു എയർലൈൻ്റെ സർവീസ് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നു. റീസെന്റ് ഇൻഡിഗോന്റെ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആയ സമയത്ത് ഇന്ത്യൻ എയർലൈൻ ഇൻഡസ്ട്രി തന്നെ ഇത്രയധികം ക്രൈസിസ് ഫേസ് ചെയ്തത് ഇൻഡിഗോയുടെ ഈ ഡോമിനൻസ് കാരണമാണ്. ഇൻഡിഗോ എയർലൈൻസ് ക്യാൻസൽ ആയ ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ ഏവിയേഷൻ ഇൻഡസ്ട്രി തന്നെ ക്യാൻസൽ ആയി പോകും. ഈ മോണോപോളി അല്ലെങ്കിൽ ഡ്യൂയോപോളി ശരിക്കും ഇന്ത്യയിൽ പാസഞ്ചേഴ്സിന്റെ ബാർഗെയിനിങ് പവർ ഇല്ലാതാക്കി. 2023 മോണോപോളി ഉള്ള റൂട്ട്സിനെ പറ്റി ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിരുന്നു. മോണോപോളി ഉള്ള ചില റൂട്ട്സിൽ പൈസ കൂടിയത് നോക്കിയാൽ ലേ ശ്രീനഗറിൽ 3200 രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റ് പ്രൈസ് ഒറ്റടിക്ക് 10500 രൂപയിൽ മുകളിലായി. അതായത് 229% ഇൻക്രീസ്. ജയ്പൂർ ഗോവ ടിക്കറ്റ് 4500 രൂപ ഉണ്ടായിരുന്നത് 11000 രൂപയായി. അതായത് 135% ഇൻക്രീസ്. സെയിം അവസ്ഥയാണ് പൂനെ, നാഗ്പൂരിലും ഡെറാഡൂൺ, മുംബൈയിലും, മുംബൈ അമൃത്സർ റൂട്ടിലൊക്കെ. ഇന്ത്യയിലെ ഈ റിസ്കി മാർക്കറ്റ് സിറ്റുവേഷനെ പറ്റി ഏവിയേഷൻ മിനിസ്റ്റർ പോലും സംസാരിച്ചിരുന്നു. And eliminating any possibility of duopoly, controlling connectivity and pricing in our skies. More airlines mean more choice, more affordability and more resilience for the passengers. ഗവൺമെന്റ് ഇവിടെ എയർലൈൻ കമ്പനികളുടെ എൻട്രി ബാരിയർ കുറച്ച് കൂടുതൽ എയർലൈൻ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജീസ് റെഗുലേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി നമുക്ക് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ.